ഇറാനിലെ യുദ്ധത്തിന് യുഎസിന് ചെലവായത് $2,500 കോടി. യുഎസ് കോൺഗ്രസിലെ സായുധസേനാ സ്ഥിരം സമിതിയുടെ തെളിവെടുപ്പിലാണ് പെന്റഗൺ ഉദ്യോഗസ്ഥൻ കണക്കു വെളിപ്പെടുത്തി രംഗത്തെത്തിയത്. ഇറാനെതിരെ പ്രയോഗിച്ച ബോംബുകൾ അടക്കമുള്ള ആയുധങ്ങൾക്കാണ് പണമേറെയും ചിലവായത്. അതിനിടെ ഇറാനിലേക്കെന്ന് സംശയിച്ച് ചരക്ക് കപ്പലിനെ അറബിക്കടലിൽ യുഎസ് സേന തടഞ്ഞു. കപ്പലിൽ കയറി മറീനുകൾ പരിശോധന നടത്തി. കപ്പൽ ഇറാൻ തുറമുഖത്തേക്കുള്ളതല്ലെന്നും ബോധ്യമായതോടെ MV ബ്ലൂ സ്റ്റാർ 3 എന്ന കപ്പലിനെ യാത്ര തുടരാൻ അനുവദിച്ചെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 39 കപ്പലുകളെ വഴിതിരിച്ചുവിട്ടതായും യുഎസ് വ്യക്തമാക്കി. $2.5 ബില്യൺ അടിയന്തര സഹായം ആവശ്യപ്പെട്ട് അമേരിക്കയിലെ കുറഞ്ഞ നിരക്കിലുള്ള വിമാന കമ്പനികൾ സർക്കാരിന്റെ വാതിൽ തട്ടുകയാണ്. കാരണം ഒന്നു മാത്രം, ഇറാനുമായുണ്ടായ യുദ്ധപരമായ സംഘർഷങ്ങൾക്ക് പിന്നാലെ ജെറ്റ് ഇന്ധനവില കുത്തനെ ഉയർന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ അമേരിക്കയിൽ പോലും ഒരു നിർണായക വ്യവസായം ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാകുന്നത് ആഗോള പ്രതിസന്ധികൾക്ക് മുന്നിൽ വലിയ രാഷ്ട്രങ്ങൾക്കും പരിധികളുണ്ടെന്ന സന്ദേശമാണിപ്പോൾ തരുന്നത്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇന്ധനവിലയാണ് ഈ പ്രതിസന്ധിയുടെ തുടക്കം. വടക്കേ അമേരിക്കയിൽ ജെറ്റ് ഇന്ധനവില ഗാലണിന് $4.10 ഉയർന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 88% വർധനവാണിത്. ഫെബ്രുവരി മുതൽ നോക്കുമ്പോൾ ചില കണക്കുകൾ പ്രകാരം വില ഇരട്ടിയായി. വിമാന കമ്പനികളുടെ മൊത്തം പ്രവർത്തന ചെലവിൽ വലിയ പങ്ക് ഇന്ധനത്തിനാണ് പോകുന്നത്. അതിനാൽ ഇന്ധനവിലയിൽ വരുന്ന ഇത്തരം കുതിപ്പ് പ്രത്യേകിച്ച് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് വിൽക്കുന്ന കമ്പനികൾക്ക് നേരിട്ടുള്ള ആഘാതമായി മാറുന്നു. ലാഭമാർജിൻ വളരെ കുറവായതിനാൽ ചെലവുകൾ കൂടുമ്പോൾ ഇവർക്ക് നിലനിൽക്കുക തന്നെ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിലാണ് ബജറ്റ് എയർലൈൻസുകളെ പ്രതിനിധീകരിക്കുന്ന വ്യാപാര സംഘടന ട്രംപ് ഭരണകൂടത്തോട് $2.5 ബില്യൺ അടിയന്തര സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടത്. വർദ്ധിച്ചുവരുന്ന ഇന്ധന ചെലവ് നികത്താനും വിമാന നിരക്കുകൾ യാത്രക്കാർക്ക് താങ്ങാനാവുന്ന രീതിയിൽ നിലനിർത്താനും ഈ തുക ഉപയോഗിക്കണമെന്നാണ് അവരുടെ ആവശ്യം. സർക്കാർ ഇടപെടലില്ലെങ്കിൽ ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരാനും ചില റൂട്ടുകൾ അവസാനിക്കാനും ചെറുകിട നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ കുറയാനും സാധ്യതയുണ്ട്. അതിനിടെ അന്താരാഷ്ട്ര ജലപാതകളിൽ അമേരിക്ക നടത്തുന്ന നിയമവിരുദ്ധമായ ഇടപെടലുകൾക്കും കപ്പലുകൾ പിടിച്ചെടുക്കുന്ന നടപടികൾക്കുമെതിരെ മുന്നറിയിപ്പുമായി ഇറാൻ. ക്ഷമയ്ക്ക് പരിധിയുണ്ടെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാൻ സേനയെ ഉദ്ധരിച്ചാണ് പ്രസ് TV റിപ്പോർട്ട് ചെയ്തത്. നാവിക ഉപരോധം പ്രായോഗികമായി മുൻമാതൃകകളില്ലാത്ത വിധവും നേരിടും. നയതന്ത്ര ചർച്ചകൾക്ക് ഇടം നൽകാനാണ് ഇതുവരെ നിയന്ത്രണം പാലിച്ചത് എന്നാണ് ഇറാൻ വിശദമാക്കുന്നത്. നാവിക ഉപരോധത്തെ മറികടക്കാൻ ഇറാന്റെ കരമാർഗങ്ങൾക്ക് കഴിയുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അമേരിക്കയുടെ ഇത്തരം കടൽക്കൊള്ള ഇനിയും തുടരുകയാണെങ്കിൽ അഭൂതപൂർവവും പ്രായോഗികവുമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ സേനയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് വിശദമാക്കുന്നു. ഇറാന്റെ എണ്ണ വഹിച്ചു കൊണ്ടുപോകുന്ന കപ്പലുകൾ തടയുന്നതിനും അവയിലെ ചരക്ക് കണ്ടുകെട്ടുന്നതിനും അമേരിക്ക സ്വീകരിക്കുന്ന നയങ്ങളെ ഇറാൻ രൂക്ഷമായി വിമർശിച്ചു. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ആഗോള ഊർജ്ജ സുരക്ഷയെ ഇത് അപകടത്തിലാക്കുമെന്നും ഇറാൻ നിരീക്ഷിക്കുന്നു. തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അമേരിക്കൻ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കുന്നതിനും സൈനികമായും നിയമപരമായും സാധ്യമായ എല്ലാ വഴികളും തേടുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വാഷിംഗ്ടൺ ഇത്തരം പ്രകോപനപരമായ നടപടികളുമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോള വ്യാപാര പാതകളെയും പ്രാദേശിക സുരക്ഷയെയും ബാധിക്കുമെന്നും അത് അമേരിക്കയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നും ഇറാനിയൻ കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചു. ഇറാനിൽ ഭരണ അട്ടിമറിക്ക് അമേരിക്ക ശ്രമിച്ചെന്ന് പാർലമെന്റ് സ്പീക്കർ MB ഗാലിബാഹ് വിശദമാക്കുന്നുണ്ട്. ഇസ്ഫഹാനിൽ സേനയെ ഇറക്കാൻ അമേരിക്ക ശ്രമിച്ചുവെന്നും ഇത് ദയനീയമായി പരാജയപ്പെട്ടെന്നും ഗലിബാഫ് കൂട്ടിച്ചേർത്തു. പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് ഗലിബാഫ് വിശദമാക്കിയത്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നടപടികളെ സംയുക്തമായി അപലപിച്ച് ഗൾഫ് രാജ്യങ്ങളും രംഗത്തെത്തി. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ നിയമവിരുദ്ധ നടപടികളെ സൗദി അറേബ്യയിൽ നടന്ന ഗൾഫ് സഹകരണ കൌൺസിൽ യോഗം പ്രസ്താവനയിലൂടെ തള്ളി. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനോ സുരക്ഷിതമായ യാത്രയ്ക്കായി ഫീസ് ഈടാക്കുന്നതിനോ എതിരെ മുന്നറിയിപ്പും നൽകി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഖത്തർ, ബഹ്റൈൻ ഭരണാധികാരികളും കുവൈറ്റ് കിരീടാവകാശിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വിദേശകാര്യമന്ത്രിയും പങ്കെടുത്തു. സുരക്ഷയും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യവും യുദ്ധത്തിന് മുൻപുള്ള നിലയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.